എവ്രിവൺ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബുക്ക് മാർക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ പേപ്പേഴ്സ് കുറച്ച് ഈ വീഡിയോയിൽ കാണുന്ന പോലത്തെ ഷേപ്പാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കോർണേഴ്സും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നിങ്ങളുടെ കയ്യിൽ കോർണർ പഞ്ച് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താൽ മതി. എൻ്റെ കയ്യിൽ കോർണർ പഞ്ചില്ലാത്തതുകൊണ്ട് ഞാൻ സിസേഴ്സ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തത്. ഇനി ഒരു റെഡ് കളർ പെന്നെടുത്തിട്ട് ബോസ് വരച്ചു കൊടുക്കുക, കുറച്ച് ചെറുതാക്കിയിട്ട്. ഇതാണ് ഫസ്റ്റ് ഡിസൈനിങ്. അപ്പോൾ ഇതുപോലെ ഒരു ബോസ് ഇങ്ങനെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറുതാക്കിയിട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ബോസ് വരച്ചു കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊരു ഹാർട്ട് ഇങ്ങനെ ആ ഒരു ഫില്ലാവാത്ത പോലെ ഒരു സ്പേസ് ഇങ്ങനെ കിടക്കണ പോലെ തോന്നിയപ്പോൾ കുറച്ച് ഹാർട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് അതിങ്ങനെ ഫില്ല് ചെയ്തിട്ട് തന്നെ ഔട്ട്ലൈൻ മാത്രമല്ലാതെ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് ഹാർട്ട് വരച്ചു കൊടുക്കുക. ഇനി ഇതേപോലെ തന്നെ സെയിം ബാക്കിലും ബോസും ഹാർട്ടും വരച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ബ്രഷ് പെന്ന്, ഡോംസിൻ്റെ ബ്രഷ് പെന്ന് പിങ്ക് കളർ വെച്ചിട്ട് ആ ബോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബോസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പിങ്ക് ആണല്ലോ മനസ്സിലേക്ക് വരിക. അപ്പോൾ ഞാൻ പിങ്ക് കളർ വെച്ചിട്ട് തന്നെ രണ്ട് ഭാഗത്തുള്ളതും ഫില്ല് ചെയ്ത് കൊടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സിമ്പിളും ക്യൂട്ടുമാണ്, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് ഞാൻ ജസ്റ്റ് ബുക്കിലൊന്നിങ്ങനെ വെച്ച് നോക്കി, നല്ല രസമുണ്ട് കാണാൻ. ഇനി അടുത്ത ബുക്ക് മാർക്കിന് വേണ്ടിയിട്ട് ഞാൻ ആൽക്കഹോൾ മാർക്കേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ഓറഞ്ച് തീമിലാണ് ചെയ്യണത്. അപ്പോൾ ഓറഞ്ച് വേണം, അതിൻ്റെ ഒരു ഗ്രീനും വേണം. ഓറഞ്ചാണ് വരച്ചു കൊടുക്കുന്നത്. ഇത് ഹൈലൈറ്റേഴ്സ് വെച്ചിട്ട് വരയ്ക്കാം. നമ്മളെ സാധാ ഫ്ലൂറസെൻ്റ് ഹൈലൈറ്റേഴ്സൊക്കെ എടുത്താൽ രസമുണ്ടാവും. എൻ്റെ കയ്യിൽ ഇതുണ്ടായപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് എടുത്തു. അപ്പോൾ ഞാൻ ഒരു ഓറഞ്ചിൻ്റെ സ്ലൈസ് വലുതാക്കിയിട്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു ഓറഞ്ച് ഇങ്ങനെയാണ് ചെയ്ത് കൊടുത്തത്. ഇത് പിന്നെ ആൽക്കഹോൾ മാർക്കേഴ്സ് ആയതുകൊണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് പിടിക്കും. അതുകൊണ്ട് അപ്പുറത്ത് ആ ഡിസൈൻ വരച്ചു കൊടുക്കണമെന്നില്ല. ഹൈലൈറ്റേഴ്സൊക്കെ ആകുമ്പോൾ അപ്പുറത്തും വരക്കേണ്ടി വരും. അപ്പോൾ നല്ല രസമുണ്ട് ബുക്കിൽ വെച്ചിട്ട് കാണാൻ. അടുത്ത ഡിസൈന് ഞാനൊരു ടുലിപ്പാണ് വരച്ചു കൊടുക്കുന്നത്. അതിന് ആദ്യം ജസ്റ്റ് പെൻസിൽ വെച്ചിട്ടൊന്ന് സ്കെച്ച് ചെയ്ത് കൊടുത്തു. ജസ്റ്റ് ഒന്ന് സ്കെച്ച് ചെയ്ത് കൊടുത്തു. ഭയങ്കര ഹാർഡാക്കിയിട്ട് വരച്ചാൽ പിന്നെ അത് മായ്ക്കുമ്പോൾ അതിൻ്റെ ആ ഒരു അടയാളം കാണും, അത് രസമുണ്ടാവില്ല. പിന്നെ ബ്ലാക്ക് ഒരു പ്ലെയിൻ നമ്മൾ സാധാ ബോൾ പോയിൻ്റ് പെന്ന് വെച്ചിട്ടാണ് ഞാൻ വരച്ചു കൊടുത്തത് അതിൻ്റെ ഔട്ട്ലൈനൊക്കെ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കളർ ചെയ്യണം. അപ്പോൾ ഭയങ്കര പെർഫെക്റ്റ് ആക്കിയിട്ട് വരയ്ക്കരുത്, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി, അപ്പോൾ കാണാൻ രസമുണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് ഇതിൽ കളർ ഫില്ല് ചെയ്യണം. അത് ഞാൻ ഡോംസിൻ്റെ ബ്രഷ് പെന്ന് തന്നെ ഗ്രീൻ കളറ് യൂസ് ചെയ്തു. അപ്പോൾ ആദ്യം ഇത് ഫുള്ള് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ആ ഒരു നമ്മൾ വരയ്ക്കണ ആ ഭാഗം ഉണ്ടല്ലോ, ഒരു അവിടെ മാത്രം കുറച്ച് ഡാർക്കാക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഉള്ളിലേക്ക് കുറച്ച് ലൈറ്റായി വരുന്ന പോലെ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഫ്ലവറിന് ഞാൻ പിങ്ക് തന്നെയാണ്, നമുക്ക് ടുലിപ്പ് വരുമ്പോൾ പിങ്ക് ആണല്ലോ അധികം മനസ്സിലേക്ക് വരിക. പിങ്ക് ഞാൻ യൂസ് ചെയ്തു. പിന്നെ ആ ഒരു ഭാഗത്ത് ഞാൻ കുറച്ച് എക്സ്ട്രാ ഡാർക്കാക്കിയിട്ട് ഇങ്ങനെ കൊടുത്തു. പിന്നെ എൻ്റെ കയ്യിലൊരു മെറ്റാലിക് ഒരു ഗോൾഡൻ കളർ പെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടൊരു കൈൻഡ് ഓഫ് ഡിസൈൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് ഡോട്ട്സ് ഇട്ടിട്ട് അത് നമ്മൾ വിരൽ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് പരന്ന പോലെ ഉണ്ടാവും. പിന്നെ ഇങ്ങനെ അവിടെ കൊണ്ടായിട്ട് കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ഒരു രസം തോന്നി. ചെറുതായിട്ട് കൊളായ പോലെയൊക്കെ തോന്നി. പിന്നെ ഇങ്ങനെ ബുക്കിൽ വെച്ച് നോക്കിയപ്പോൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. സിമ്പിളും ആണ്, എന്നാൽ നല്ല ബ്യൂട്ടിഫുള്ളാണ്. അടുത്ത ചെയ്യണതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. ഇപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു റെയിൻബോ ആണ് ചെയ്യണത്. അത് ഇറ്റ്ജിയോറല്ല, പകരം ബ്ലൂവിൻ്റെ പല ഷെയ്ഡ്സ് വെച്ചിട്ട് ചെയ്യുക. അത് ലാസ്റ്റ് അതിൻ്റെ ഒരു ലുക്ക് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത ഡിസൈൻ ഞാൻ ഒരു ഹാരി പോട്ടർ തീമിലാണ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഷേപ്പ് ഒന്ന് മാറ്റിയെടുക്കുകയാണ്. ഞാൻ അതിൻ്റെ അടിഭാഗം ഇങ്ങനെ ട്രയാങ്കിൾ ലുക്കിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കോർണേഴ്സൊക്കെ ഭയങ്കര ഇതല്ലായിരുന്നു, കേവ് ആക്കിയിട്ടല്ലേ. പക്ഷേ അതിന് പകരം ഞാനൊന്ന് ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന ഒരു ഷേപ്പാക്കി എന്നിട്ട് ഹോൾ പഞ്ച് വെച്ചിട്ട് മേൽഭാഗം പഞ്ച് ചെയ്തു. അവിടെ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജൂട്ട് വൈനൊക്കെ വെച്ചിട്ട് കെട്ടി കൊടുത്താൽ രസം ഉണ്ടാവും. എൻ്റെ കയ്യിൽ ഇപ്പം അതില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് അത് ഹോൾ ഇട്ട് വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ ഹാരി പോട്ടർ മെയിൻ ക്യാരക്ടർ ഹാരീൻ്റെ ഗ്ലാസസ് ഞാൻ ജസ്റ്റ് ഒരു ഗോൾഡൻ മെറ്റാലിക് പെൻ വെച്ചിട്ട് തന്നെ വരച്ചു കൊടുത്തു. പിന്നെ ഒരു ബേർത്ത് മാർക്ക് ഉണ്ട് ലൈറ്റ്നിങ്ങിൻ്റെ, അതും വരച്ചു കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് ഇത്തൊരു ക്യാരക്ടറിൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്, അത് മാത്രം ഞാൻ ഒന്ന് എഴുതി കൊടുത്തിട്ട് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഒരു കാര്യം കൂടി ചെയ്തു. അതിൻ്റെ ആ ഒരു അടിയിൽ ആ ഭാഗത്തും മേലെ ഇതിൽ കാണുന്നുണ്ടാവും ഒരു ബ്ലാക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തു. അടുത്ത ഡിസൈന് വേണ്ടിയിട്ട് വാട്ടർ കളർ യൂസ് ചെയ്യണമായിരിക്കും നല്ലത്. പക്ഷേ ഞാനത് എടുക്കാനുള്ള മടിക്ക് നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഷീറ്റൊക്കെ ഉണ്ടാവില്ലേ, അതും അങ്ങനെ എൻ്റെ ബ്രഷ് പെന്ന് ജസ്റ്റ് ഒരുത്തിയിട്ട് വെള്ളമാക്കിയിട്ട് ഒന്ന് എടുക്കുകയാണ്. പിന്നെ ലൈറ്റ് ഷെയ്ഡ് മതി. അപ്പോൾ പിന്നെ ഞാൻ ജസ്റ്റ് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് മടിയുള്ളതുകൊണ്ടൊന്നല്ല കേട്ടോ.
അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒരു വാഷ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അത് മാത്രം മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പെന്ന് വെച്ചിട്ട് തന്നെ, ബ്രഷ് പെന്ന് വെച്ചിട്ട് തന്നെ ക്ലൗഡ് പോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം അത് വരച്ചിട്ട് ബ്രഷ് വെച്ചിട്ട് ഫില്ല് ചെയ്താൽ റെഡി ആവുമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. അപ്പോൾ ഞാൻ ബ്രഷ് പെന്ന് വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്തിട്ടൊന്ന് ബ്രഷ് വെച്ചിട്ടൊന്ന് അങ്ങനെ ആക്കി കൊടുത്തതാണ്. വാട്ടറൊന്നും അങ്ങനെ ആക്കി കൊടുത്തു. അപ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ സ്പ്രെഡായ പോലെ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ നമ്മളെ പേപ്പർ റോക്കറ്റൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലത്തെ ഒരു സാധനം വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അത് പോയ പോലെ ഒരു വഴി ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ. അത് ഭയങ്കര സിമ്പിളാണ്, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു ഡിസൈൻ. നെക്സ്റ്റ് ഡിസൈൻ ഞാൻ രണ്ടും സെയിം ആയിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ 2 ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനാദ്യം ആ സ്ട്രിപ്പിൻ്റെ മേലെ ഭാഗത്തായിട്ട് ഒരു വലിയ ബോ വരച്ചു കൊടുക്കുക. അത് നമുക്ക് കട്ട് ചെയ്യാനുള്ളതാണ്, ആ ബോൻ്റെ ഷേപ്പിൽ മേലെ ഭാഗം. അപ്പോൾ അങ്ങനെ കുറച്ച് തട്ടിച്ചിട്ട് വരച്ചു കൊടുക്കുക. അങ്ങനെ എന്താ പറയുക, സ്ട്രിപ്പിൻ്റെ എൻഡിൻ്റെ ഭാഗത്തിൽ തട്ടിച്ചിട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കണം, ആ ഒരു ഷേപ്പ് ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ സൈഡും ഒന്നിങ്ങനെ കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു. അത് ആ ബോ കുറച്ചുകൂടി വലുതായി എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ കോർണേഴ്സൊക്കെ കേർവായിരുന്നു, അപ്പോൾ അത് ഞാൻ കുറച്ച് സ്ട്രെയിറ്റ് ലുക്കിലാക്കി കൊടുത്ത് അത് കഴിഞ്ഞിട്ട് പേരെഴുതി കൊടുത്തു. പേരെഴുതുമ്പോൾ നമ്മൾ ഈ ഒരു കേഴ്സീവ് ഒരു കാലിഗ്രാഫി ലുക്കിൽ എഴുതി കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി രസമുണ്ടാവും കാണാൻ. അത് കഴിഞ്ഞിട്ട് ആ ബോക്ക് ഞാൻ പിങ്ക് കളർ ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുത്തു. ഇത് ഭയങ്കര സിമ്പിളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഡിസൈനും കൂടിയായിരുന്നു ഇത്. അപ്പോൾ ഇതെനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വർക്കും കൂടിയാണ്. ബുക്കിലൊക്കെ വെച്ചപ്പോൾ നല്ല രസമുണ്ട്. സിമ്പിളുമാണ്, ക്യൂട്ടുമാണ്. അടുത്ത ഡിസൈൻ ഞാൻ ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് വന്നിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കിസ് ചെയ്ത് കൊടുത്ത പേപ്പറിന്. പിൻട്രസ്റ്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഇടുക്ക് നല്ല മാച്ചായ പോലെ ഉണ്ട് ഇനി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ബുക്ക് മാർക്ക് ഐഡിയാസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.